എനിക്കൊന്നും ചോദിക്കാനുമില്ല, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അന്ന് പോയപ്പോ പക്ഷെ പടം ഇറങ്ങിയിട്ട് ഞങ്ങളൊരു പക്ഷെ ഇനിയും പടം കാണാനുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പോഴും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനൊരു ഇപ്പോഴും പറയാൻ പാടില്ല എന്നുള്ളതാണ് സിനിമ. ഇനി എത്രയോ പേര് കാണും, കണ്ടവർ ഇനിയും കാണാനുണ്ട്, ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ 2 പ്രാവശ്യം കണ്ടു ഈ സിനിമ. 2 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടിരിക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പോകാമല്ലോ അല്ലേ? വാർത്താ സമ്മേളനത്തൊക്കെ പറഞ്ഞു, ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഒരു റിയാക്ഷൻ ഒക്കെ പറഞ്ഞു. മമ്മൂക്ക ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ച് ഇത്ര ഗംഭീരമാക്കി കാരണം ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒരു ഡയറക്ടറിന് സാധിച്ചത്? അത് മമ്മൂക്ക തരുന്നൊരു മാജിക്കാണ്. നമ്മളൊരു ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ മമ്മൂക്കയുടെ ഒരു വേർഷൻ ആണല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്നത്. സോ ഈ കഥ പിച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു സ്കെച്ച് ഉണ്ടായിരുന്നു, അത് മമ്മൂക്കടുത്ത് കാണിച്ചു കൊടുത്തു, പറഞ്ഞു ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ക്യാരക്ടറെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ. അപ്പൊ അതിന്റെ ട്രയലൊക്കെ ചെയ്ത് മേക്കപ്പും എല്ലാം ചെയ്ത് ആ ബോഡി ലാംഗ്വേജും എല്ലാം മമ്മൂക്കയുടെ വലിയൊരു ഇൻപുട്ട് ഉണ്ട് അതിൽ. സോ അത് ഐ എം വെരി ബ്ലെസ്ഡ്, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ, കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വളരെ രസകരമായ ഒരു ക്യാരക്ടറായി മാറിയത് എനിക്ക് വളരെ സന്തോഷം. പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുണ്ട്, പേടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പേടിക്കുന്നുമില്ല. അതാണ് ആ കഥാപാത്രം. അതെ അതെ, അത് ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. അതിന്റെ ഒരു ഗ്രാഫും അതിന്റെ ഒരു ക്യാരക്ടർ ആർക്കും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസ് മീറ്റിന് മുമ്പ് പറഞ്ഞ മാതിരി ഇത് പേടിക്കാനുള്ള ഒരു ഇന്റൻഷൻ അല്ല, അതൊരു ഹൊറർ, അതിന്റെ ഒരു സെറ്റിങ്ങിലും ക്യാരക്ടറിലൊക്കെയാണ് അതിന്റെ ഒരു ഹൊറർ എലമെന്റ്സ് കിടക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ പേടിപ്പിച്ച് ആ രീതിക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല. അതിന്റെ ഒരു ഫിലിമിന്റെ ആ ഒരു ലാംഗ്വേജ് അങ്ങനെയാണ്. അത് ഈ മമ്മൂക്ക ചിരിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്. ഇതൊരു വല്ലാത്തൊരു ചിരിയായി പോയി അല്ലേ? തീർച്ചയായിട്ടും അത്തരം ഒരു ചിരി നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും 5 പേരാണ് ഈ സിനിമയിലുള്ളത് അല്ലെ? 5 കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇവർ 2 പേരും മമ്മൂക്കായുമാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ? മറ്റു 2 കഥാപാത്രങ്ങളും വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട രീതിക്കാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഡയലോഗല്ല, അത്രയും നീട്ടി എഴുതുന്ന ഡയലോഗാണ്, പെരുത്തി എഴുതുന്ന ഡയലോഗ്. അത് ഇതിലേക്ക് വന്നപ്പോൾ എത്രമാത്രം അത് ഫലിപ്പിച്ചെടുക്കാൻ പറ്റിയെന്നാണ് തോന്നുന്നത്? ബേസിക്കലി നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ മേലെ നമുക്ക് ഈ ഡയലോഗ്സും കൂടെ വരുമ്പോൾ ടി.ഡി. സാറിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അപ്പൊ അതിലേക്കും കൂടെ വരുമ്പോഴാണ് അതിന് കംപ്ലീറ്റ് ലൈഫ് വരുന്നത്, ആ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് വരുന്നത്. സോ അത് താങ്ക്സ് ടു സാർ, സാറാണത് പറയേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരം ഡയലോഗുകളെ നിങ്ങളുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത ഡയലോഗുകൾ, നീട്ടിയുള്ള ഡയലോഗുകളൊക്കെയാണ്. അതിലൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ ആ ക്യാരക്ടർ ആ സമയത്ത് എന്താണ് പറയാൻ സാധ്യതയുള്ളത് എന്നാണ് ആലോചിക്കുന്നത്. അത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എത്രത്തോളം വിജയിച്ചു അതിന്റെ ഒരു ചോദ്യം ഇല്ല ഇനി. അപ്പൊ കഴിയുന്നത്ര പരത്തി പറയാതിരിക്കുക, വളരെ കുറച്ച് വാക്കുകളിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ കൺവേ ചെയ്യുക. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഓരോ ഡയലോഗും 5-6 തവണ വീണ്ടും വീണ്ടും മാറി റിവൈസ് ചെയ്തിട്ടാണ് ഫൈനൽ ഇതിലേക്ക്. മാസങ്ങളോളം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഡയലോഗ് എത്രയും കൃത്യമാവുക, ഒരേ സമയം തന്നെ പല രീതിയിൽ ഓഡിയൻസിന് ചിന്തിക്കാനുള്ള പോസിബിലിറ്റി തുറന്നു കൊടുക്കുക. തീർച്ചയായും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, എന്താണെന്ന് ഇത് ഒരു പീരിയഡ് ഫിലിമാണ്. ഒരു സാധാരണ റിയലിസ്റ്റിക് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കാര്യമല്ല. കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും മനുഷ്യർ പോലും അല്ല. അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒരു ഡയലോഗ് സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇപ്പോൾ 2024 കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്ന ഒരു ഡയലോഗ് എഴുതുന്ന പോലെയല്ലല്ലോ. അല്ല. അപ്പം അതിന്, എന്നാൽ ഈ പറയുന്ന 16-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ ആ കാലത്ത് സംസാരിച്ചിരുന്ന ഭാഷ അതുപോലെ ചെയ്യാനും പറ്റില്ല. ചെയ്താലും നമ്മുടെ പടം കാണുന്ന ഇപ്പോഴത്തെ ആളുകളാണ്, അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഒരുപാട് റോ ആയി പോകും. അപ്പൊ അങ്ങനത്തെ പിന്നെ അപ്പൊ അത് റോ ആവാനും പാടില്ല. എന്നാൽ അതിന്റെ ആ ഒരു കളർ അതിൽ ഉണ്ടാവും വേണം. പിന്നെ ഈ പോറ്റിയുടെ ഒക്കെ ഡയലോഗ് വരുമ്പോൾ ആ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ.
പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പം മമ്മൂക്കയുടെ ഡയലോഗൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മമ്മൂക്ക മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമ സിദ്ധാർത്ഥ പറയുന്നത്, നമ്മൾ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടെല്ലാം കാണും. എൻ്റെ ഉള്ളിൽ മൊത്തം കളറായിരുന്നു ആ സിനിമയിലായി. നമ്മൾ സ്ക്രീനിലല്ല, നമ്മുടെ ഉള്ളിൽ കളറായിട്ട് തന്നെ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ? അമ്മയാണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അത്ര സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് മറ്റേ കളർ പടത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി പോയത്. അഭിനയം സെയിം തന്നെ, വന്ന് നിന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പോകണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഇല്ല, അത് എടുത്തതില് കാണുന്നതിലേ ഉള്ളൂ ആ വ്യത്യാസം. അതിന്റെ ലെറ്ററിങ്ങിലാണെങ്കിൽ പോലും അല്ലെ, കളറാകുമ്പോ ഒന്ന് മുഴച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം, ഇതാകുമ്പം അല്ലെ ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, യുണീക് ടു ഈച്ച്. ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും കിട്ടുന്നത്. സിദ്ധാർത്ഥന്റെ ഇരിപ്പാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. കിച്ചണിലൊക്കെ ഉള്ള ഒരു ഇരിപ്പ്, അതൊരു വല്ലാത്തൊരു ഇരിപ്പാണ്. നമ്മള് കേട്ട് പഴകിയ ഇരിപ്പുകൾ, കണ്ട് പഴകിയ ഇരിപ്പുകൾ, കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇരിപ്പുകൾ. ഒരു അടിയാറ് വന്നിരിക്കുന്ന ഇരിപ്പ്, ആ ഒരു ഇരിപ്പൊക്കെ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യാൻ, അത് നമ്മളൊന്ന് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അത് സാറ് പറയും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയും, അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ പുള്ളി നോക്കിയിട്ട് അല്ല അങ്ങനെ ആയിരിക്കില്ല, അപ്പൊ വേറെ ഇങ്ങനെ ആയിരിക്കും, വേണമെങ്കിൽ ആവാം, വേറൊരു ഇരിപ്പ്. സോ അങ്ങനെ നമ്മളത് ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി ചൂസ് ചെയ്യണതാണ്. അത് പുള്ളി ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആണ് ആ കാര്യത്തില്. ഡയറക്ടറും കൂടെ ആണ്. അല്ല അവിടെ ഇവിടെ ഞാൻ അല്ല രണ്ടുപേരും കൂടെ ചേരുമ്പോ അതിനകത്ത് ഒരു ഏതാണ് ഒരു ഫലത്തിൽ ഒരു സംഭവത്തിലേക്ക് എത്താം രണ്ടുപേരും കൂടെ ചേരുമ്പോ അതൊരു ഗുണമാവുമല്ലോ. അതൊരു സാധനം വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഒരു ആക്ടറും ഒരു എന്റെ ചില എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളത്, പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. then he will do it. അതെന്തായാലും ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ, ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹമാണല്ലോ അല്ലെ? അവര് പറയുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ ഒന്ന് ഹെൽപ്പ് ആവുന്നു, അത് എളുപ്പമാവുന്നു. കുറച്ചുകൂടെ ടെക്നിക്കലി ബേസ്ഡ് ആയിട്ടും നമുക്ക് സംസാരിക്കാം. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അങ്ങനെയും സംസാരിക്കാം. അതെ, ഉറപ്പായിട്ടും. അർജുൻ, നിങ്ങൾ രണ്ടുപേരും മമ്മൂക്കായും തന്നെയാണ്, പക്ഷെ അർജുന്റെ നല്ല വേറെ രീതിക്ക് നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു അർജുനെയാണ് ഈ സിനിമയിൽ കാണുന്നത് അല്ലെ? എനിക്കൊന്നും സിനിമ കണ്ടറിയുമ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന്റെ ആ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ കണ്ട് വളർന്ന അർജുൻ ഈ ഒരു സിനിമ മമ്മൂക്കയുടെ കൂടെ ഇത്തരം ഒരു സിനിമയിൽ അഭിനയിച്ചും ഭയങ്കര സന്തോഷവാനായിരുന്നു അച്ഛൻ എന്നാണ് എനിക്ക് ആ അച്ഛന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. സിനിമ കണ്ട് പിന്നീട് അച്ഛൻ എന്ത് സംസാരിച്ചു? പിന്നീട് നിങ്ങൾ സംസാരിച്ചു? ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. ഇല്ല, യാത്രയായിരുന്നല്ലോ, യാത്രയിലായിരുന്നു. ദുബായിൽ നിന്നും എത്തിയോളെന്ന് എനിക്ക് തോന്നുന്നു, ഖത്തർ ദുബായി പോയിട്ട് അല്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വീട്ടിൽ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതീക്ഷയില് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ അധികം ഈ പടത്തിനെ പറ്റി ഒന്നും അധികം പറഞ്ഞിട്ടില്ല, പറയണ്ടെന്നില്ല, വീട്ടിൽ പോലും പറഞ്ഞില്ല. കാരണം അച്ഛൻ ഈ എക്സൈറ്റ്മെന്റ് കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയില്ല. പക്ഷെ അറിയാണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പടം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി.